വേദന, ശരിക്കും നീർക്കെട്ട്, തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടും, മറ്റേ കാലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല വീക്കും ഉണ്ട്, ജോയിൻസിലൊക്കെ നല്ല വേദന, എണിച്ച് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്, വേദനയാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്, രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ഭക്ഷണങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമവാദം, അതേപോലെ തന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം, ഇതിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2 ആഴ്ച മുന്നേ നമ്മൾ കാണാൻ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഒരു 58 വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരൊക്കെ പിടിച്ചിട്ടാണ് അവരെ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ മുട്ട് നല്ല വേദന, മുട്ടുവേദനയുണ്ട്, അവിടെ ശരിക്കും നീർക്കെട്ട്, തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടും, ഒരു സൈഡ് കാല് മാത്രം നല്ല വീക്കമുണ്ട്, മറ്റേ കാലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല വീക്കമുണ്ട്, ജോയിൻസിലൊക്കെ നല്ല വേദന, എണിച്ച് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്, രാവിലെ അതായത് ഉണർന്ന ഉടനെ തന്നെ രാവിലെ എണീക്കുമ്പോൾ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ തന്നെ കുറേ നേരം ഇരുന്ന് അങ്ങനെ സപ്പോർട്ടീവായിട്ടാണ് മെല്ലെ മെല്ലെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേദനയാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്, അതായത് ആ ഒരു നീർക്കെട്ട് കാരണം രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 58 വയസ്സായിരുന്നു. അപ്പോൾ ഇതുവരെ അവർ ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഷുഗറും ബി പി ഒക്കെ യൂഷ്വലി ചെക്ക് ചെയ്യാറുണ്ട്, അതൊക്കെ നോർമലാണ്. ബി പി എപ്പോഴും ഉള്ളതിനേക്കാളും ഒരു ലോ ബി പി ഉള്ള ഒരു വ്യക്തിയാണ്. വെയിറ്റൊക്കെ നോർമലാണ്, അമിതമായിട്ടുള്ളൊരു വെയിറ്റുള്ള വ്യക്തി എന്നും പറയാനില്ല. നോർമൽ BMI മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 47-48 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ ഈ ഒരു നീർക്കെട്ട് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് അറിയാണ്ട്, ചിലപ്പോൾ അവർക്ക് എല്ലിൻ്റെ തേയ്മാനമായിരിക്കുമോ, ഇങ്ങനെ ചിലത് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളായിട്ട് അവർ ടെസ്റ്റുകളൊന്നും തന്നെ എടുത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നോക്കിയപ്പോൾ നല്ല മുട്ടുവേദനയുണ്ട്, കൈകളിലൊക്കെ ജോയിൻസിലൊക്കെ നല്ല പെയിൻ ഉണ്ട്, മടക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട്, അതായത് ഒരു ബോട്ടിലൊക്കെ തുറക്കാൻ തന്നെ ബുദ്ധിമുട്ട്, രാവിലെ എണീറ്റ ഉടനെ നമ്മൾ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ബോട്ടിൽ തിരിക്കുമ്പോൾ ചെറിയ പണികൾ ചെയ്യാൻ പോലും നല്ല ബുദ്ധിമുട്ട്, രാവിലെ എണീക്കുന്ന സമയത്ത് കുറച്ച് ഉച്ചയാകുമ്പോൾ ഇത്തിരി ബെറ്റർ ആവും, പക്ഷേ മുട്ടിലെ ആ ഒരു വേദന തീരെ മാറുന്നില്ല. അപ്പോൾ നമ്മളത് എക്സ്റേ എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പിലാറ്ററൽ വ്യൂ എക്സ്റേ എടുക്കാൻ കൊടുത്തപ്പോൾ അതിൽ നോക്കുമ്പോൾ ജോയിൻറ്റിലുള്ള സ്പേസ് എന്ന് പറയും, നമ്മൾ 2 ജോയിൻസിന് മുട്ടിന് ഇടയിലുള്ള സ്പേസ് കുറച്ച് കുറവായിരുന്നു, അതായത് OAയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കൂടെ ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ എല്ല് തേയ്മാനത്തിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ട്. എന്നാൽ ഈ ജോയിൻറ്റ് പെയിനൊക്കെ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടും ഈ ക്ഷീണം, വേദന, തീരാത്ത വേദന ഉള്ളത് കൊണ്ട് നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വിത്ത് ESR. എപ്പോഴും എന്ത് ശരീരത്തിൽ ഇൻഫെക്ഷനും അതേപോലെ തന്നെ ഇൻഫ്ലമേഷനും നീർക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ESR കൂടി കാണിക്കും. അപ്പോൾ ഈ ESRും CBC വിത്ത് ESRും C റിയാക്റ്റീവ് പ്രോട്ടീൻ, നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ C റിയാക്റ്റീവ് പ്രോട്ടീനും കൂടുന്നതായിരിക്കും. അതും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ RA ഫാക്ടർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ RA ഫാക്ടർ ചെക്ക് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് കാണിച്ചു, അതായത് ആമവാദത്തിൻ്റെ ലക്ഷണങ്ങളും കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എല്ല് തേയ്മാനത്തിൻ്റെയും, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അവർക്ക് ഇത്രയധികം വഷളായിരിക്കുന്നത്. ഇതിൽ തന്നെ ഇവർ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് സഫർ ചെയ്യുന്ന ഒരാളാണ്. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഒരു 5 കൊല്ലത്തോളം സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ അത് ANTI-TPO പോസിറ്റീവ് ഉള്ള കേസാണ്, ഹാഷിമോട്ടോസും ആണ്. അപ്പോൾ ഈ ഹാഷിമോട്ടോസ് ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് വിചാരിക്കും. ഹാഷിമോട്ടോസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അതായത് സ്വന്തം പ്രതിരോധ ശേഷിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഇതേപോലെ ഒരു അസുഖം തന്നെയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം. സന്ധികളിൽ വരുന്ന വേദന, ഇത് സ്വന്തം പ്രതിരോധ ശേഷിനെ, നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ എല്ലുകൾക്കും ജോയിൻസിലുള്ള ആ ഒരു സെൽസിനെതിരെ തന്നെ പ്രവർത്തിച്ചിട്ട് അവിടെ നീർക്കെട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അത് കാരണം നല്ല എല്ല് തേയ്മാനം വന്നിട്ടുണ്ട്, പക്ഷെ അതൊരു ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ളൂ. ഈ വേദന കൂടുതലും കാണുന്നത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാരണമാണ്. അപ്പം നമ്മൾ RA ഫാക്ടർ മാത്രം പോസിറ്റീവ് വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, കാരണം RA ഫാക്ടർ പല ഇതിനും പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട്, പല മുട്ടുവേദനകൾക്കും അങ്ങനെ പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട്, ജോയിൻറ്റ് പെയിൻസ് അങ്ങനെയുള്ളതിൽ. നമുക്കത് കൺഫേം ചെയ്യണം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ANTI-CCP ആൻറ്റിബോഡി ടെസ്റ്റ് പറയാറുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതും പോസിറ്റീവ്. അപ്പോൾ കംപ്ലീറ്റ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്ത ഒരു പേഷ്യൻ്റാണ്. പക്ഷേ അവർക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ അവരുടെ വേദനയിൽ നല്ല മാറ്റം, അതേപോലെ അവരുടെ
ജോലികൾ അവർക്ക് തന്നെ ചെയ്യത്തക്ക രീതിയിൽ കംപ്ലീറ്റ് ഓടി നടക്കുക എന്നല്ല, 2 പേര് സപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് തന്നെ തൻ്റെ കാര്യങ്ങൾ ചെയ്യാനും വേദന നല്ല തോതിൽ ഒരു 85% വേദന കുറയ്ക്കാനും സാധിച്ചു. അപ്പോൾ അതിന് ഞാൻ അവർക്ക് പ്രത്യേകം ഭക്ഷണങ്ങൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 ഭക്ഷണമാണ് ഞാൻ ആ 2 ആഴ്ച റെഗുലറായിട്ട് എന്തായാലും എടുക്കാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ ചീരയിൽ കെംഫറോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി വളരെയധികം കൂടുതലുണ്ട്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായകരമാവുന്ന ഒന്നാണ്. സോ 5ാമതായിട്ട് 5th ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം കൊടുത്തത് നമ്മുടെ ചീരയാണ്. അതിനുശേഷം പശുവും പാല്. ഈ പശുവും പാല് പൊതുവേ കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ളതും നമുക്ക് വിറ്റാമിൻ ഡിയും ചെറിയ തോതിലുണ്ട്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫറസും അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പശുമ്പാൽ 1 ഗ്ലാസ് എടുക്കുന്നത് നമുക്ക് 300 മില്ലിഗ്രാം കാൽഷ്യം വരെ 1 കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും കിട്ടും. അപ്പോൾ രാവിലെയും വൈകിട്ടും അത് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാല് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ അത് ചായയായിട്ട് കുടിച്ചുകൂടെ ഡോക്ടറെ, അത് കോഫിയായിട്ട് കുടിച്ചുകൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം ചായയിൽ ടാനിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, കോഫിയിലെ കഫൈൻ കണ്ടൻറ്റും. ഇത് രണ്ടും പാലിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി അതേപോലെ കിട്ടില്ല. ന്യൂട്രീഷൻ വാല്യൂ അതിൻ്റെ ഒരു പോഷകം കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. എസ്പെഷ്യലി ടാനിനൊക്കെ അസിഡിറ്റി കൂട്ടും. ദഹനത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടാവും, ടാനിൻ കണ്ടൻറ്റ് അമിതമായിട്ടുള്ള. അപ്പോൾ പാല് അതേപടി എന്നാൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഷുഗർ അമിതമായിട്ട് കഴിക്കുമ്പോൾ നീർക്കെട്ട് കൂടും. അപ്പോൾ പഞ്ചസാര പരമാവധി ഞാനത് കട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞു. പരമാവധി എന്നല്ല, 2 ആഴ്ച അവർ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കിയിരുന്നു. മെയിനായിട്ട് എടുത്തിരുന്നത് ഈ ചീര അതേപോലെ പശുമ്പാൽ 2 നേരം എടുത്തിരുന്നു. പിന്നെ 3ാമതായിട്ട് അവർ എടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്തത് നെയ്യും വെണ്ണയും രാവിലെയും വൈകിട്ടും നെയ്യ് നന്നായി ഉരുക്കിയിട്ട് 1 ടീസ്പൂൺ വീതം എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ജോയിൻസിലൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ 2 ഒരു നീ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ലാർജ് ജോയിൻ്റാണ്, വലിയ ജോയിൻറ്റ്സ് നടുവിൽ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ മടക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ 2 ജോയിൻറ്റ്സിന് നടുവിൽ ചെറിയൊരു ഫ്ലൂയിഡ് ഉണ്ട്, ലൂബ്രിക്കേഷൻ എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരതാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത് കുറഞ്ഞു വരുമ്പോഴാണ് അതിലൊരു ക്രാക്ലിംഗ് സൗണ്ട് എന്ന് പറയും, പൊട്ടുന്ന പോലെ. അപ്പോഴാണ് ഇവർക്ക് വേദന കൂടുതലായിട്ട് ഒരയുന്നത് കൊണ്ട് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുകയും അവിടെ നീർക്കെട്ട് വരികയും ചുവന്ന് തടിക്കുകയും അതേപോലെ അവിടെ നീർക്കെട്ട് വന്ന് മുട്ടുകാല് മാത്രം വീങ്ങുന്ന ഒരു അവസ്ഥ വരുന്നത് അത് കാരണമാണ്. അപ്പോൾ നമ്മൾ നെയ്യും അതേപോലെ തന്നെ വെണ്ണയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ആട്ടിൻകാല് അതിൻ്റെ സൂപ്പ് അത് എടുക്കാൻ പറയാറുണ്ട്. കാരണം അത് കാർട്ടിലേജ്, മജ്ജ എന്ന് പറയുമല്ലോ, അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. പക്ഷേ ഇത് ഭയങ്കര ഇവർക്ക് ഇൻഫ്ലമേഷൻ കൂടുതലായതുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ നമ്മൾ നോൺ വെജ് എന്നുള്ളൊരു ഓപ്ഷൻ പോയില്ല. കാരണം ഒന്നുകൂടി നീർക്കെട്ട് കൂട്ടണ്ട, പ്രോട്ടീൻ അധികമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ചിലപ്പോൾ നീർക്കെട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അത് നമ്മൾ നോൺ വെജ് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തു. ആക്ച്വലി തുടക്ക സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആട്ടിൻകാലിൻ്റെ സൂപ്പ് വളരെയധികം ഇഫക്റ്റീവാണ്. ഇതിൽ തന്നെ പ്ലാൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുടവാട്ടിക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു തരം പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ വേരിന്ന് പ്രിപ്പയർ ചെയ്യുന്നതും നല്ല ഇഫക്റ്റീവാണ്. അതും ഇതുപോലെ തന്നെ, അതായത് നമ്മുടെ ആട്ടിൻകാലിൻ്റെ സെയിം ഇഫക്റ്റ് തരുന്ന ഒന്നാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി വളരെയധികം കൂടുതലുള്ളതാണ്. അടുത്ത ഞാൻ 2ാമതായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പനീറാണ്. ഈ പനീറും നമുക്ക് കാൽഷ്യം ഫോസ്ഫറസ് വളരെയധികം കൂടുതലാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ പനീർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1ാമതായിട്ട് ഫസ്റ്റായിട്ട് ഞാൻ മെയിനായിട്ട് അവരോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പയറ് വർഗ്ഗങ്ങളാണ്. എല്ലാ വിധത്തിലുള്ള പയറ് വർഗ്ഗങ്ങൾ, പൾസസ് വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, അതായത് CRP, ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, OA, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇതുപോലുള്ള കണ്ടീഷൻ കാണപ്പെടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ CRP ലെവൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാം വളരെ ഹൈ ലെവലിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ CRP ലെവൽ കുറയ്ക്കാനായിട്ട് ഈ പൾസസ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ പയറ് വർഗ്ഗങ്ങൾ, പൾസസ് എന്ന് പറഞ്ഞ പയറ് വർഗ്ഗങ്ങൾ വളരെയധികം ഇഫക്റ്റീവാണ്. അത് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സലാഡായിട്ടോ ഒക്കെ വേവിച്ച് അങ്ങനെ എടുക്കാവുന്നതാണ്. അത് റെഗുലറായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ശരിക്കും നല്ല ഡിഫറൻസ് അവരിൽ കാണാൻ പറ്റി. അവരുടെ ആക്ടിവിറ്റീസ് അവർക്ക് തന്നെ ചെയ്യത്തക്ക രീതിയിൽ പറ്റി. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമവാദം അതേപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം ഇതിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഇനി സ്റ്റേജ് കൂടിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് OAയിൽ തന്നെ ഇപ്പോൾ സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റേജ് 4 ഒക്കെ ആയിക്കഴിയുമ്പോൾ
ഒട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ആ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറി, മുട്ടുമാറ്റൽ ശസ്ത്രക്രിയയൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ അതിന് മുന്നത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം അതേപോലെ തന്നെ ആവശ്യമുള്ള രീതിക്ക് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ മറ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും അതേപോലെ തന്നെ ഈ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്കിപ്പോൾ ലേപനങ്ങളോ അങ്ങനെയൊന്നും പുറത്ത് ഒരുപാട് തേക്കാനായിട്ടുള്ള ബാമും അതൊന്നും കൊടുക്കുന്നത് കൊണ്ടായില്ല, എസ്പെഷ്യലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോയിൻറ്റിലായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. നമ്മൾ തേച്ച് അതൊക്കെ കറക്റ്റ് ചെയ്ത് അത് വേറെ ജോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രശ്നം തന്നെ അതാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ എല്ല് തേയ്മാനം മുട്ടിലുണ്ടെങ്കിൽ ആ മുട്ടിന് മാത്രമേ ഉള്ളൂ, അത് കാൽമുട്ടിന്ന് കൈമുട്ടിലോട്ട് അങ്ങനെ ട്രാൻസ്ഫർ ആവില്ല. എന്നാൽ ഈ ആമവാദം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ജോയിൻറ്റ്സ് മുതൽ വലിയ ജോയിൻറ്റ്സിനെ വരെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ അത് മാത്രം ട്രീറ്റ് ചെയ്ത് എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ച് അങ്ങനെ മാറ്റിയത് കൊണ്ടാകില്ല, അത് വേറെ എവിടേക്കെങ്കിലും പിന്നെയും ട്രാൻസ്ഫർ ആവും. അല്ലെങ്കിൽ കൂടുതലായിട്ടും അവർ അസിഡിക് കംപ്ലയിൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അസോസിയേറ്റഡ് ചെയ്തിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമെ അപ്ലൈ ചെയ്യാനായിട്ട് തേച്ച് പിടിപ്പിക്കാൻ അധികം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെടുത്ത് നമ്മൾ പറയാറില്ല. പക്ഷേ അത് നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ഐസ് പാക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഐസ് പാക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു വേദന കുറയും, ആ നീർക്കെട്ട് കുറഞ്ഞു വരും. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും കമ്പൈൻ ചെയ്ത് വന്നവർ ഒരുപാട് സിവിയർ ആയിട്ടുള്ള എക്സസൈസും ജോലികളും ചെയ്യരുത്. അവർ കൂടുതൽ നേരം നിന്നിട്ടുള്ളതും കൂടുതൽ നേരം കാല് തൂക്കി ഇട്ട് ഇരിക്കുക അത് പരമാവധി ഒഴിവാക്കണം. കാരണം നിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് ആ മുട്ട് താങ്ങി നിൽക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നുകൂടെ ആ തേയ്മാനം, ആ ഒരു നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ അത് കൂട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നിൽക്കുന്നതും, ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്നതൊക്കെ റെസ്റ്റ് ചെയ്യുക. ഇരുന്നു കൊണ്ടുള്ള ജോലികൾ, അങ്ങനെ റെസ്റ്റും വളരെയധികം ആവശ്യമാണ്. ചെറിയ തോതിൽ നമുക്ക് നടക്കാം. കാരണം ഫുൾ ടൈം ജോയിൻറ്റ്സ് അനക്കാതെ വെച്ചിരുന്നാലും പിന്നീട് അത് വഷളാവും. കംപ്ലീറ്റ് ജോയിൻ്റ് ഇമ്മൊബിലിറ്റി എന്ന് പറയും, അനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് പോകും. അപ്പോൾ ചെറിയ തോതിൽ വാക്കിംഗ്, നടത്തമൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കാം. ഈ നടക്കുന്നത് സൂര്യവെളിച്ചം തട്ടത്തക്ക രീതിയിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതേപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്. ഇനി ഇതിൽ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്നാൽ ഡോക്ടറെ ഞാൻ RA ഫാക്ടർ നോക്കി, ആൻറ്റി CCP നോക്കി ഡോക്ടറെ, അത് രണ്ടും നെഗറ്റീവാണ്, പക്ഷേ ആമവാദത്തിൻ്റെ ലക്ഷണം ഉണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നവരെടുത്ത് ആ കണ്ടീഷൻ്റെ പേരാണ് സീറോ നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, ആ ടെസ്റ്റിൽ അത് നെഗറ്റീവേ കാണിക്കുള്ളൂ. അവർക്കും ഇതേ രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഭക്ഷണ രീതികൾ ഇവർക്ക് ചിലത് അവോയ്ഡ് ചെയ്യാനുണ്ട്, ചിലത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നോൺ വെജ് ഒന്നും ആദ്യം തന്നെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രോട്ടീൻ അമിതമായിട്ട് എടുക്കുന്നതും അപകടകരമാണ്. കാൽഷ്യം, ഫോസ്ഫറസ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ചീര വളരെ നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കാനും ചെറിയ തോതിൽ എക്സസൈസുകളായാലും കൈക്കുള്ളിൽ എക്സസൈസ്, ഫിസിയോതെറാപ്പി ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ മെഡിക്കേഷൻസിൻ്റെ കൂടെ. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ആമവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടുവേദന, എല്ല് തേയ്മാനം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.